നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമിത. അപ്പോൾ ഇന്ന് നമ്മൾ മാംഗോ വെച്ചിട്ടുള്ളൊരു അടിപൊളി ഫ്രൂട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അതേപോലെ നമ്മൾ ഇതിലേക്ക് കളറോ ഒന്നും ചേർക്കുന്നില്ല. ആ ഒരു തിക്നെസ്സിലാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു തിക്നെസ്സിലും ടേസ്റ്റിലും കളറിലും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കിയിരിക്കുന്നത്. മാംഗോ ഒക്കെ കിട്ടുന്ന സീസണാണിത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ഫ്രൂട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പഴുത്ത മാങ്ങ. ഇതേ ഒരു വലിപ്പത്തിലുള്ള, അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള 2 പഴുത്ത മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു പച്ചമാങ്ങയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. പച്ചമാങ്ങ ഒരു ചെറുത്, നല്ല പുളിയുള്ള മാങ്ങ നോക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ചെത്തി എടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ദാ ഞാൻ 2 മാങ്ങയും നല്ല പോലെ ചെത്തിയിട്ട്, അതായത് പഴുത്ത മാങ്ങയും പച്ചമാങ്ങയും തൊലിയൊക്കെ നല്ല പോലെ ചെത്തിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടും. ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കടായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചെത്തി വെച്ചിരുന്ന നമ്മുടെ 2 പഴുത്ത മാങ്ങ, ചെറുതായിട്ട് അരിഞ്ഞ പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം. അതേപോലെ പച്ചമാങ്ങ ഉണ്ടല്ലോ തൊലി കളഞ്ഞത്, അതും കൂടി ഈ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാട്ടോ. നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. കുറവുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കാട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതാണ്. അത് കാരണം ഞാനിപ്പോൾ 1/4 കപ്പ് ചേർക്കാണ്. അപ്പോൾ നോക്കിയിട്ട് പിന്നീട് നമുക്ക് ചേർക്കാട്ടോ. അതേപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളിനി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതൊരു 500 ml കപ്പാണ്. അതിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 ലിറ്റർ വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ അതേ കണ്ടില്ലേ, ഇനി നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല പോലെ അലിഞ്ഞ് നമ്മുടെ മാങ്ങയൊക്കെ നല്ല പോലെ വെന്ത് വരണം. അതുവരേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നല്ല പോലെ വെന്ത് ഉടഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ മാങ്ങ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങ വേവാൻ വെച്ചിട്ട് ഇപ്പോൾ ദേ നല്ല പോലെ വെള്ളമൊക്കെ തിളച്ച് മാങ്ങയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം മാങ്ങ വെന്തിട്ടുണ്ടോയെന്ന്. അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ സൗകര്യം ഏതാണോ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതേപോലെ ഒരുപാട് നേരം ഇട്ടിട്ട് മാങ്ങ ഇട്ട് വെന്ത് ഉടച്ച് അങ്ങനെ ആ ഒരു രൂപത്തിൽ എടുക്കരുത്. ജസ്റ്റ് മാങ്ങ ഒന്ന് തിളച്ച് നല്ലപോലെ വെന്ത് കിട്ടിയാൽ മതി. ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ദാ നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, നാരങ്ങ നീരാണ്. അപ്പോൾ ഞാനൊരു പകുതി നാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് അങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വേവിച്ച മാങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിത് നല്ല പോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ മാങ്ങ വേവിച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങ ഇപ്പോൾ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബൗളിൽ ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. എന്തെങ്കിലും നമ്മുടെ മാങ്ങയുടെ നാരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ബാച്ചും ബാക്കിയുള്ള നമ്മൾ മാങ്ങ വേവിച്ച് വെച്ചതും കൂടി അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 ബാച്ചും ഇതിലേക്ക് അരച്ചിട്ട് ഇപ്പോൾ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ അരിച്ചെടുക്കാം. അപ്പോഴാണ് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഒട്ടും നാരൊന്നും ഇല്ലാതെ തന്നെ നല്ല ആ ഒരു ഫ്രൂട്ടിയുടെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല പോലെ അരിച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് വേസ്റ്റ് കിട്ടും. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് മാറ്റി കളയാം. അപ്പോൾ നാരുള്ള മാങ്ങയൊക്കെയാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ അരിച്ചിട്ട് മാത്രം ഉപയോഗിക്കാം കേട്ടോ. അതല്ലാത്തതല്ലെങ്കിൽ കുഴപ്പമില്ല. കണ്ടില്ലേ, ഇപ്പോൾ ഇതാ ഇതിൽ നല്ല നാരുണ്ടായിരുന്നു. അപ്പോൾ ഇത് അരിച്ചിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം.
ഇപ്പം ദാ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മാംഗോന്റെ പൾപ്പ് മൊത്തത്തിൽ അങ്ങ് ചൂടാറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ മാംഗോ പൾപ്പ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് കുടിക്കാൻ താല്പര്യമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. അതേപോലെ തന്നെ മധുരം നിങ്ങൾ നോക്കുക, കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ജ്യൂസ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 500 ml കപ്പിൽ 1 കപ്പ് തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഫ്രൂട്ടിയുടെ അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, അതേപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മാംഗോ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സീസണാണ്. പച്ചമാങ്ങയായാലും പഴുത്ത മാങ്ങയായാലും നമുക്ക് കിട്ടുന്ന ഒരു സീസണാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി കാണിക്കാൻ, കണ്ടില്ലേ, നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ കളറൊന്നും ചേർത്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു തിക്നെസ്സിലും ആ ഒരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ആ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്രൂട്ടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വിഭവമായിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്